പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം എക്കാലവും കണ്ട ഏറ്റവും വലിയ പ്രവാസി മലയാളിയായിട്ടുള്ള വ്യവസായിയാണ് ശ്രീമൻ യൂസുഫ് അലി. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് ഏതാണ്ട് 86,000 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് യൂസുഫ് അലി. യൂസുഫ് അലിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുണ്ട്. പ്രധാനമായും ഗൾഫ് കേന്ദ്രീകരിച്ചാണ് യൂസുഫ് അലിയുടെ ബിസിനസ്. കേരളത്തിലും യൂസുഫ് അലി ഒരു വലിയ സാന്നിധ്യമാണ്. കേരളത്തിൽ യൂസുഫ് അലി നേരിട്ട് നടത്തുന്ന ബിസിനസ് സംരംഭങ്ങളുണ്ട്. യൂസുഫ് അലിക്ക് ഷെയറുള്ള സ്ഥാപനങ്ങളുണ്ട്. എടുത്തു നോക്കിയാൽ നേരിട്ട് നടത്തുന്നത് മാളുകളാണ്. പല സ്ഥലങ്ങളിലും യൂസുഫ് അലിക്ക് മാളുകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെല്ലാം യൂസുഫ് അലിക്ക് ഷെയറുണ്ട്. കൊച്ചി വിമാനത്താവളത്തിലുണ്ട്, അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ട്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഷെയറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ ബാങ്കുകളിലും യൂസുഫ് അലിക്ക് ഓഹരികളുണ്ട്. യൂസുഫ് അലി കേരളത്തിലൊരു സർവ്വവ്യാപിയായ ഒരു സാന്നിധ്യമായി ദ്രുതഗതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വലിയ മാൾ സമുച്ചയം തന്നെ യൂസുഫ് അലിക്കുണ്ട്. കോഴിക്കോട് യൂസുഫ് അലി മാള് തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്ത് മാളുണ്ട്, പാലക്കാട് മാളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ അപ്പം യൂസുഫ് അലി ഒരു വലിയ സാന്നിധ്യമായി കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ യൂസുഫ് അലിക്ക് കേരളത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് മറ്റൊരു വ്യവസായിക്കും ഇല്ലാത്തതാണ് എന്ന് നമ്മൾ കുറെ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആര് ഭരിച്ചാലും, കേരളത്തിൽ ഏത് മുന്നണി ഭരിച്ചാലും യൂസുഫ് അലി എന്ന് പറയുന്ന പ്രവാസി വ്യവസായി എന്ത് വിചാരിക്കുമോ അത് നടന്നിരിക്കും കേരളത്തിൽ. അതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. യൂസുഫ് അലി എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് കേരളത്തിൽ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഇടത് ഭരിച്ചാലും കേരളത്തിൽ നടന്നിരിക്കും. അത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് യൂസുഫ് അലി സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കൃത്രിമമുണ്ടെങ്കിൽ അതില്ലാതാക്കാനാവാം. യൂസുഫ് അലിക്ക് വേണ്ടി നിയമങ്ങൾ ഒരുപാട് മാറുന്നത് നമ്മൾ ഒരുപാട് തവണയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ മാള് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. രേഖകളിലൊക്കെ ഒരുപാട് കൃത്രിമങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇതിലൊക്കെ തന്നെ അന്തിമ വിജയം യൂസുഫ് അലിക്കാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതി വരെ പോയാലും യൂസുഫ് അലി തന്നെയാണ് വിജയിക്കുന്നത്. യൂസുഫ് അലിയുടെ എറണാകുളത്തെ മാളുമായി ബന്ധപ്പെട്ടും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. രേഖകളിലൊക്കെ ഒരുപാട് കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അന്തിമ വിജയം യൂസുഫ് അലിയുടെ തന്നെയാണ്. കോഴിക്കോട് ഇതുപോലെ തന്നെയാണ്. കോഴിക്കോട് തൻ്റെ ഒരു സ്ഥലം മാറി വേറൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞു. ശരി, അത് സമ്മതിച്ചു. യൂസുഫ് അലി എന്തു പറഞ്ഞാലും, യൂസുഫ് അലി എന്ത് ആഗ്രഹിച്ചാലും, യൂസുഫ് അലി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് കേരളത്തിൽ ഏത് മുഖ്യമന്ത്രി ആയാലും അത് നടന്നിരിക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആണെങ്കിൽ നടക്കും. പിണറായി വിജയനാണെങ്കിൽ പിന്നെ യൂസുഫ് അലി ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുറകിൽ നിഴൽ പോലെ ഞാൻ ഉണ്ടാവും എന്നാണ് യൂസുഫ് അലി പറഞ്ഞിട്ടുള്ളത്. യൂസുഫ് അലിയുടെ അവകാശവാദം എന്ന് പറയുന്നത് യൂസുഫ് അലി 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ്. പക്ഷേ യൂസുഫ് അലി തൻ്റെ മാളുകളിലൂടെ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നതിന് കൃത്യമായ കണക്കൊന്നും യൂസുഫ് അലി പറഞ്ഞിട്ടില്ല. പല കണക്കുകളും യൂസുഫ് അലി ഇങ്ങനെ പറയും, 3,000 എന്ന് പറയുമോ, 5,000, 10,000 എന്നൊക്കെ പറയും. അതല്ലാതെ കൃത്യമായൊരു കണക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. യൂസുഫ് അലി മാളുകളിലൂടെ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ കണക്കും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നഷ്ടമാണെന്നൊക്കെ പലയിടത്തുമൊക്കെ യൂസുഫ് അലി പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ യൂസുഫ് അലി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്ന് യൂസുഫ് അലി അവകാശപ്പെടുന്നു. യൂസുഫ് അലി സാമാന്യം നല്ല നിലയിൽ ലാഭം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യൂസുഫ് അലി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാളിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി നമുക്ക് അറിയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാൾ തുടങ്ങി. തിരുവനന്തപുരത്ത് ചെറുകിട ഇടത്തരം കച്ചവടക്കാരെ എത്ര 10,000-കണക്കിന് പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടി അവരുടെ കട പൂട്ടി അവർ പോയത്. ചാലക്കമ്പോളത്തിൽ പോലും പഴയ പോലത്തെ കച്ചവടം ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എറണാകുളത്തും ഇതുപോലെ തന്നെ. എറണാകുളത്തും 10,000-കണക്കിന് ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതൊന്നും നോക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
യൂസുഫ് അലി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. യൂസുഫ് അലിയുടെ മാളുകളുടെ ഉദ്ഘാടന സമയത്ത് നമ്മൾ കൊണ്ട് നോക്കിയാൽ, നമുക്ക് ഇടത്തുനിന്ന് മുതൽ വലത്ത് വരെ നോക്കിയാൽ കേരളത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇടതും വലതും BJP ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി യൂസുഫ് അലിയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിപ്പം ഏത് ഉദ്ഘാടനത്തിന് നമ്മൾ നോക്കിയാലും മതി, ഏത് മുഖ്യമന്ത്രി ആയാലും നോക്കിയാൽ മതി, നമുക്കത് കാണാൻ കഴിയും. യൂസുഫ് അലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എന്ത് വിചാരിക്കുന്നു അത് കേരളത്തിൽ നടന്നിരിക്കും, ഒരു സംശയവുമില്ല. യൂസുഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ബഹുമാനവും ഭയഭക്തി ബഹുമാനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. അത്രയ്ക്കെന്തോ ദൈവതുല്യനാണ് യൂസുഫ് അലി എന്നുള്ള നിലയിലാണ് പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്നേഹം. എന്താണ് കാരണം എന്നുള്ളത് അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷേ യൂസുഫ് അലി കേരളത്തിൽ ഇതുവരെ മുതൽ മുടക്കി, ഇത്ര ഞാൻ തൊഴിലുണ്ടാക്കി, ഇത്ര മുതൽ മുടക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇത്ര ലാഭം ഞാൻ അതിനകത്ത് ഉണ്ടാക്കി, ഇതൊന്നും യൂസുഫ് അലി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എറണാകുളത്താണെങ്കിലോ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീകോമിനെ കൊണ്ടുവരും എന്ന് യൂസുഫ് അലി പറഞ്ഞു. ഗൾഫിൽ നിന്ന് ടീകോമിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവിടെ 10-200 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. കുറേ വർഷങ്ങളത് അവിടെ പിന്നെ കാട് പിടിച്ച് കിടന്നു. ഇപ്പം ടീകോമിനെ കൊണ്ടുവരുന്ന പറയുന്ന സ്ഥലത്ത് ടീകോം പോവുകയും അവിടെ യൂസുഫ് അലി വലിയ 2 സമുച്ചയങ്ങൾ ഉണ്ടാക്കി 10-25,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സമുച്ചയം അവിടെ ഉണ്ടാക്കിയതാണ് നമ്മൾ കാണുന്നത്. ടീകോമിനെ കൊണ്ടുവരുന്ന യൂസുഫ് അലി പറഞ്ഞു, ടീകോം അതിൻ്റെ വഴിക്ക് പോയി. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ യൂസുഫ് അലിയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലി ഒരു ഇൻഫാലിബിൾ ആണ്, ഒരു അപ്രമാദിത്വമാണ് യൂസുഫ് അലിക്കുള്ളത്. യൂസുഫ് അലിക്ക് എന്തും കേരളത്തിൽ ചെയ്യാം, അതിലൊന്നും ഒരു തടസ്സവും കേരളത്തിലില്ല. രാഷ്ട്രീയ പാർട്ടികളൊന്നും യൂസുഫ് അലിക്കെതിരായിട്ട് നിൽക്കുകയല്ല. യൂസുഫ് അലിയെ ഈ പറഞ്ഞതുപോലെ പിന്നെ സദ്വചനങ്ങൾ കൊണ്ട് മൂടുകയാണ് പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ യൂസുഫ് അലിക്കും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് യൂസുഫ് അലിക്ക് മാത്രമേ അറിയാവൂ. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, അതിൽ നിന്നും വ്യത്യസ്തമായി യൂസുഫ് അലി എന്ന് പറഞ്ഞ ഈ വലിയ എന്താണ് ബിസിനസ് ടൈക്കൂണിനെ, അതായത് 86,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഈ വലിയ പിന്നെ കച്ചവട സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ടുള്ള ഈ യൂസുഫ് അലി എന്ന് പറയുന്ന ഈ പിന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയെ ഒരു സാധാരണ മനുഷ്യൻ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള സന്തോഷ വാർത്ത. ഞാൻ ഒരിക്കലും അത് കേരളത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കേരളത്തിലെ കോടതികളിൽ നിന്നും യൂസുഫ് അലിക്കെതിരായിട്ടൊരു വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്താ കാണുന്നതെന്നറിയാമോ? ഒരു CPIയുടെ ഒരു പ്രാദേശിക നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് TN മുകുന്ദൻ എന്നാണ്, തൃശ്ശൂരുള്ള ഒരു പ്രാദേശിക നേതാവ്, യൂസുഫ് അലിക്കെതിരെ, യൂസുഫ് അലി എന്ന് പറഞ്ഞ ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനെതിരെ അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയം അദ്ദേഹം നേടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, യൂസുഫ് അലി വന്നിട്ട് എന്താണ് തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം എൻ്റെ പ്രേക്ഷകരെ ഞാനൊന്ന് കേൾപ്പിക്കാം. എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. കേട്ടല്ലോ, യൂസുഫ് അലി നടത്തിയ പ്രസംഗം കേട്ടല്ലോ. അതായത് എനിക്ക് തൃശ്ശൂരിൽ മാൾ ആരംഭിക്കണം എന്നുണ്ടായിരുന്നു. ഞാനതിന് സ്ഥലമൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഒരു പാർട്ടി വന്ന് അതിനെ എതിർത്തു. അത് കാരണം ഇപ്പോൾ 2-2.5 വർഷമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസ് പോയി. അപ്പോൾ ആ കേസിൽ നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായാൽ ഞാൻ മാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3000 പേർക്ക് ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ ഈ മാൾ നിർമ്മാണത്തെ പിന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിലയിലുള്ളൊരു പ്രസംഗം ആണ് യൂസുഫ് അലി നടത്തിയിട്ടുള്ളത്. അപ്പം കേരളത്തിൽ നടക്കാൻ പോകുന്ന എന്തോ ഒരു മഹത്തായ ഒരു സംരംഭത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ വന്ന് ദുരുപദിഷ്ടിതമായി എതിർത്ത് അവിടെ ഉണ്ടാകാവുന്ന വികസനത്തെ തടഞ്ഞു എന്നുള്ള നിലയിലാണ് യൂസുഫ് അലി പ്രസംഗിച്ചത്. അതിന് വലിയ പിന്നെ പബ്ലിസിറ്റിയും കിട്ടി. എല്ലാ ചാനലുകളിലും അത് വന്നു. അത് വന്നതിനെ തുടർന്നാണ് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? മുകുന്ദൻ എന്ന് പറഞ്ഞ CPIയുടെ ഒരു പ്രാദേശിക നേതാവ്, തൃശ്ശൂർ ജില്ലയിലുള്ള പ്രാദേശിക നേതാവ്,
ഈ യൂസുഫ് അലി തൃശ്ശൂരിൽ പിന്നെ മാള് പണിയാൻ സ്ഥലം ഏറ്റെടുത്തെടുത്ത് അത് നിയമവിരുദ്ധമായിട്ടാണ് സ്ഥലം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു. നിയമവിരുദ്ധമായിട്ടാണ് അത് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. അങ്ങനെ പോകാനുള്ള അവകാശം ഒരു പൗരനില്ലേ? അതില്ല എന്നുള്ള നിലയിലാണ് യൂസുഫ് അലിയുടെ പ്രസംഗം. അങ്ങ് അവിടെ യൂസുഫ് അലിക്ക് തെറ്റിപ്പോയി. യൂസുഫ് അലി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും എല്ലാ നിയമങ്ങൾക്കുമൊക്കെ മുകളിലാണ് താൻ എന്നാണ് യൂസുഫ് അലിയുടെ ധാരണ. അത് പണക്കാർക്ക് അങ്ങനെ ഒരു ധാരണ വരും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പണക്കാരായാലും പാമരനായാലും മനസ്സിലാക്കേണ്ടത് നിയമമാണ് പരമം. എല്ലാത്തിനും മുകളിലുള്ളത് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിയമവും റൂൾ ഓഫ് ലോയുമാണ്, നിയമവ്യവസ്ഥയാണ്. അത് യൂസുഫ് അലിക്ക് അത് ബോധ്യമാവില്ല. കാരണം എന്ന് വെച്ചാൽ യൂസുഫ് അലി ഒരു ശതകോടീശ്വരനാണ്. യൂസുഫ് അലി ഇന്നാൾ പറയുന്നത് കേട്ടോ, അത് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 10-200 വക്കീലന്മാരുടെ ഒരു സംവിധാനമുണ്ട്, അവർ നോക്കിക്കോളും എന്ന് യൂസുഫ് അലി പറഞ്ഞത് ശരിയായിരിക്കാം. യൂസുഫ് അലി പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് യൂസുഫ് അലിക്ക് എന്ത് ചെയ്താലും അതിന് തടസ്സമില്ല എന്ന് യൂസുഫ് അലിക്ക് കരുതാം. ഉദാഹരണത്തിന് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെതിരെ യൂസുഫ് അലി പിന്നെ ഫൈറ്റ് ചെയ്തു. അവസാനം മറുനാടൻ മലയാളിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കൊടുക്കാൻ പറ്റില്ല. യൂസുഫ് അലിക്കെതിരെ മറുനാടൻ മലയാളി ചെയ്തതെല്ലാം ശരിയാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ളതും ഉണ്ടാവാം. പക്ഷേ തൻ്റെ പണക്കൊഴുപ്പ് കൊണ്ട് യൂസുഫ് അലി കോടതി നടപടികളിൽ ഇടപെട്ട് ഇപ്പം മറുനാടൻ മലയാളിക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വാർത്തയും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പണക്കൊഴുപ്പാണ് അത്. ആ മറുനാടൻ മലയാളിയുടെ ഒരു റിപ്പോർട്ടർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ചെന്ന് ഈ സ്ഥലം ഭൂമി കയ്യേറ്റത്തിനെതിരെയൊക്കെ വാർത്ത കൊടുത്തപ്പോഴത്തേക്ക് അയാൾക്കെതിരെ FIR ഇട്ടിരിക്കുകയാണ് പോലീസ്. അയാൾ അവിടെ ചെന്നിട്ടെന്തോ അവിടെ നിന്ന് എന്തോ യന്ത്രസാമഗ്രികളോ എന്തോ മോട്ടറൊക്കെ അതായത് പ്രതി 2/1/2023 0 മണിക്ക് ആവലാതിക്കാരൻ സെയിൽസ് മാനേജരായി ജോലി ചെയ്തു വരുന്ന പുഴയ്ക്കൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലിമിറ്റഡിന് അധികാരപ്പെട്ട അവകാശ വകകളിലേക്ക് അതിക്രമിച്ച് കയറി ഈ സ്ഥാപനത്തിലെ മോട്ടറുകളും അനുബന്ധ പൈപ്പുകളും മോഷണം ചെയ്ത് യൂട്യൂബിൽ എന്ന് പറഞ്ഞ് ജാമ്യയില വകുപ്പുള്ള പ്രകാരം കേസെടുക്കുകയാണ്. യൂസുഫ് അലിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പോലീസ് സാട്ടാക്കൂട്ടം എഴുന്നേറ്റ് ജാമ്യയില വകുപ്പ് പ്രകാരം കേസെടുക്കും. അപ്പം യൂസുഫ് അലിയുടെ ധാരണ യൂസുഫ് അലിയുടെ പണക്കൊഴുപ്പ് കൊണ്ട് യൂസുഫ് അലിക്ക് എന്തുമാകാം എന്നുള്ളതായിരുന്നു. ഇതുവരെ കോടതികളിൽ നിന്ന് യൂസുഫ് അലിക്കെതിരായിട്ട് വിധികളൊന്നും വന്നിരുന്നില്ല. അപ്പോൾ യൂസുഫ് അലിക്ക് ഒരു അഹങ്കാരം കൂടും. ഏത് ഗവൺമെൻറ് വന്നാലും എനിക്കൊരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. പക്ഷേ നിയമമാണ് പരമം എന്ന് യൂസുഫ് അലി എന്ന് പറഞ്ഞ ആ ബിസിനസ് കച്ചവട സാമ്രാജ്യത്തിൻ്റെ ഉടമയ്ക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. യൂസുഫ് അലിയെ ഒരു ചെറിയ മനുഷ്യൻ, CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. ആ ചോദ്യം ചെയ്ത സമയത്ത് അതെന്തോ വലിയ പാതകമാണെന്നുള്ള നിലയിലാണ് യൂസുഫ് അലി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ കേസിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അത്ഭുതകരമെന്ന് പറയട്ടെ. 27 ഓഗസ്റ്റിന് വിജു എബ്രഹാം എന്ന് പറഞ്ഞ ജഡ്ജി ന്യായാധിപൻ പുറപ്പെടുവിച്ച ആ വിധിന്യായത്തിലൂടെ യൂസുഫ് അലി ഉയർത്തിയ വാദം തെറ്റാണ് എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. യൂസുഫ് അലി അനധികൃതമായിട്ടാണ് അവിടെ ഭൂമി കൈവശം വെച്ചത് എന്നുള്ളത് സംബന്ധിച്ച് TN മുകുന്ദൻ എന്ന് പറഞ്ഞ CPIയുടെ നേതാവ് കൊടുത്ത ഹർജി കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഹൈക്കോടതി അംഗീകരിച്ചിറക്കിയ ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിൽ ചെല്ലുമ്പം ഇനിയിപ്പം ഈ വിധി ചിലപ്പോൾ റദ്ദാക്കപ്പെട്ടേക്കാം, എനിക്കറിയില്ല. പക്ഷേ ഒരു വേള കുറേ സമയത്തേക്കെങ്കിലും നിയമമാണ് വലുത്, നിയമത്തിന് മുകളിൽ പറക്കാൻ യൂസുഫ് അലിക്ക് കഴിയില്ല എന്ന് യൂസുഫ് അലി എന്ന് പറഞ്ഞ ഈ വലിയ കച്ചവടക്കാരൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും വലിപ്പം എന്ന് യൂസുഫ് അലി എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുകുന്ദൻ എന്ന് പറഞ്ഞ ചെറിയ മനുഷ്യൻ യൂസുഫ് അലി എന്ന് പറഞ്ഞ വലിയ കച്ചവട സാമ്രാട്ടിനെ മൂക്കൊണ്ട് ഇക്ഷായണ വരപ്പിച്ചിരിക്കുന്നു കുറേ നേരത്തേക്കെങ്കിലും. അത് യൂസുഫ് അലി ഇനി മനസ്സിലാക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യൂസുഫ് അലി കേരളത്തിൽ നടത്തുന്നത് കാരുണ്യ പ്രവർത്തനമൊന്നുമല്ല, പച്ചയായ കച്ചവടമാണ്. പച്ചയായ ലാഭം ഉണ്ടാക്കാനാണ് യൂസുഫ് അലി നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര തന്നെ പബ്ലിക് റിലേഷൻസ് നടത്തിയാലും നിങ്ങളിവിടെ കച്ചവടം നടത്താനാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മാള നടത്തിയാലും, നിങ്ങൾ ബാങ്കിൽ ഓഹരി എടുത്താലും, നിങ്ങൾ വിമാനത്താവളങ്ങളിൽ ഓഹരി എടുത്താലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടമാണ്. കച്ചവടം നടത്തരുതെന്നൊന്നും ആരിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മാള തുടങ്ങാം, നിങ്ങൾക്ക് കച്ചവടം നടത്താം. പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അത് നിയമവിരുദ്ധമാകാൻ പാടില്ല.
അത് ഭരണഘടനാ വിരുദ്ധമാകാൻ പാടില്ല. യൂസഫ് അലിയും ഞാനും മുകുന്ദനുമൊക്കെ ഒരേ അവകാശങ്ങളുള്ള പൗരന്മാരാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. നമുക്കെല്ലാവർക്കും യൂസഫ് അലിക്കും മുകുന്ദനും കെ എം ഷാജനും എല്ലാം ബാധകമായത് ഒറ്റ ഭരണഘടനയാണ്. അല്ലാതെ യൂസഫ് അലിക്ക് പ്രത്യേക ഭരണഘടനയില്ല, യൂസഫ് അലിക്ക് പ്രത്യേക നിയമവ്യവസ്ഥയില്ല, യൂസഫ് അലിക്ക് കാശുണ്ടെന്നും പറഞ്ഞിട്ട് യൂസഫ് അലിക്ക് പ്രത്യേക നിയമങ്ങളില്ല. പണ്ഡിതനും പാമരനും ഒരേ നിയമമാണ്. യൂസഫ് അലി ഞാൻ ഇതിനു മുമ്പ് ഓർമ്മിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ 14-ാം വകുപ്പെടുത്തി യൂസഫ് അലി പരിശോധിച്ച് നോക്കണം. പണ്ഡിതനും പാമരനും എല്ലാം ഒരേ നിയമമാണ്, എല്ലാവരും നിയമത്തിന് കീഴിലാണ്. അത് യൂസഫ് അലി ഒരു വേള മറന്നുപോയി. അതുകൊണ്ട് യൂസഫ് അലി ഇവിടെ നടന്ന കച്ചവടം നടത്താൻ വേണ്ടി ലാഭം നടത്താം, അത് നടത്താം, എവിടെ വേണേലും മാള തുടങ്ങാം. പക്ഷേ അത് നിയമത്തിന് അടിപ്പെട്ടായിരിക്കണം. നിയമത്തിന് മുകളിൽ പറക്കാൻ യൂസഫ് അലി നോക്കരുത്. 2, യൂസഫ് അലി ഇവിടെ കച്ചവടം നടത്തുമ്പോൾ, യൂസഫ് അലി ഇവിടുന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ അത് ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ എല്ലാം വയറ്റത്തടിച്ചുകൊണ്ട് ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും ചോദിച്ചാൽ ശരിയാവില്ല. യൂസഫ് അലി ഇവിടെ മാളുകൾ തുടങ്ങി ശതകോടികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കച്ചവടക്കാരുടെ അന്നം മുട്ടിച്ചുകൊണ്ടാണ് യൂസഫ് അലി ആ ലാഭം അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം യൂസഫ് അലിക്ക് കഴിയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ യൂസഫ് അലിയുടെ കാലിൽ ഇഴയുന്നത് കൊണ്ടാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇച്ഛാശക്തി ആർജവമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യം യൂസഫ് അലി മനസ്സിലാക്കിക്കോണം. നിയമത്തിന് കീഴിലാണ് യൂസഫ് അലി. 100 യൂസഫ് അലിമാർ വന്നാൽ പോലും അവരെല്ലാവരും ഇന്ത്യയുടെ റൂൾ ഓഫ് ലോയുടെയും ഇന്ത്യയുടെ ഭരണഘടനയുടെയും കീഴിലാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന ഒരു വിധി താൽക്കാലികമായെങ്കിലും കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. നിയമമാരെ പരമപ്രധാനം എന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതുപോലെ കോടതി സെന്റിനൽ ഇൻ ദ ക്യൂ വൈവാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആണ് കോടതികൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ജയശങ്കരൻ നമ്പ്യാരുടെയും ജോബിൻ സെബാസ്റ്റ്യൻ്റെയും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, പൗരന്മാരുടെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതല ഞങ്ങൾക്കാണ്. ആ ചുമതല കോടതി നിർവഹിച്ചിരിക്കുകയാണ്. വിജു എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജിന് നമ്മളൊരു അഭിവാദ്യം അർപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2, രാജ്യത്തെ നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും വലിപ്പം കൊണ്ടാണ് ഈ പറയുന്നത് പോലെ TN മുകുന്ദൻ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, CPIയുടെ ഒരു പ്രാദേശിക നേതാവിന് യൂസഫ് അലിയെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ, ഇന്ത്യയുടെ നിയമങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന എന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യൂസഫ് അലിക്കെതിരായി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ മുകുന്ദൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിധിക്ക് നമ്മൾ മുകുന്ദനെ ആദരിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.